E4 കളിച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിപ്ലൈ ആണ് C5. പക്ഷേ പലർക്കും അറിയില്ല എന്തിനാണ് ഈ മൂവ് കളിക്കുന്നത്. സെൻട്രൽ പോൺ എന്ന് വെച്ചാൽ ഈ രണ്ട് പോണിനാണ് സെൻട്രൽ പോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാക്കിന്റെ സൈഡിൽ നിന്നും ഈ രണ്ട് പോണിനാണ് സെൻട്രൽ പോൺ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ പോണും ഫ്ലാങ്ക് പോണാണ്. ഇനി നമുക്ക് ഈ ഓപ്പണിംഗിലേക്ക് വരാം. E4 എന്ന് വെച്ചാൽ വൈറ്റിന്റെ സെൻട്രൽ പോണെ വെച്ചിട്ട് സെൻട്രലിനെ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്ലാങ്ക് പോണെ വെച്ചിട്ട് സെൻട്രലിനെ കൺട്രോൾ ചെയ്യുകയാണ്. സെൻട്രൽ പോൺ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഫ്ലാങ്ക് പോണിന് വാല്യൂ കുറവാണ്. സോ വൈറ്റ് E4 കളിക്കുമ്പോൾ ബ്ലാക്ക് ഫ്ലാങ്ക് പോണെ വെച്ചിട്ട് ഈ സ്കോറിനെ കൺട്രോൾ ചെയ്യും. ഈ ഓപ്പണിംഗ് വേണം സിസിലിയൻ ഡിഫൻസ്. ഉടനെ തന്നെ വൈറ്റ് ആ സ്കോറിനെ പിന്നെയും കൺട്രോൾ ചെയ്യും. കാരണം ആ സ്കോർ വിട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം സെൻട്രലിന്റെ കൺട്രോൾ കൂടുതൽ. അപ്പം ബ്ലാക്ക് പിന്നെ ആ സ്കോറിനെ പിടിക്കും. അപ്പം വൈറ്റിന് മനസ്സിലായി ഇനി പിടിച്ചൊന്നും കാര്യമില്ല, സെൻട്രലിനെ ഉടനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ B4 കളിക്കും. നമ്മൾ വെട്ടുന്നു, തിരിച്ചു വിട്ടുന്നു. ഇവിടെ എന്താ സംഭവിച്ചു? വൈറ്റിന്റെ ഒരു സെൻട്രൽ പോണിന് പകരം ബ്ലാക്കിന്റെ ഒരു ഫ്ലാങ്ക് പോണാ പോയി. അപ്പോൾ ബ്ലാക്കിന് സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് പറയാം. എപ്പോഴും ഓപ്പണിംഗ് കളിക്കുമ്പോഴത്തേക്കും അതിന്റെ ബേസ്